സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓർക്കണം, ലൈക്ക് എടുക്കണം. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും ലഞ്ച് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓട്ടടയാണ്. അപ്പോൾ അതിനാവശ്യം 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് ചോറാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ. അപ്പോൾ ഇത് 3 കൂടി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 1.5 കപ്പ് പച്ചരിയും 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചരിയും ചോറും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വല്ലാതെ ദണ്ട് ലൂസായിട്ട് പോകാൻ പാടില്ല. നമ്മളൊരു ദോശയുടെ കൺസിസ്റ്റൻസി ഉണ്ടോ, ഇതാണ് ഓട്ടടയുടെ കൺസിസ്റ്റൻസി. നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ടത് നമ്മൾ ഇതിലൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ എണ്ണ തടവി കൊടുക്കുക, എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ മാവിലോട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ അടുപ്പത്താണ് കേട്ടോ, നമ്മൾ സ്റ്റൗവിലൊന്നുമല്ല. ഇത് പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അടുപ്പത്ത് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അടുപ്പ് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മൺചട്ടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ചട്ടി നല്ലോണം ചൂടായ ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ പരത്തി കൊടുക്കേണ്ട ആവശ്യം, വെള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ ചുറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതും ഒരു കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊരു ലിഡ് വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് അടി പിടിക്കൊന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് ഒരു 3-4 അപ്പം ചുട്ടെടുക്കാം. ഒട്ടും കരിയാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീയൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതേ റെസിപ്പി നമുക്ക് അരിപ്പൊടി, പച്ചരിക്ക് പകരം 1.5 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഒരു ഫുള്ള് തേങ്ങ എടുത്തിട്ട് അതിൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമ്മൾ പാല് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടടയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് തേങ്ങാപ്പാൽ. ഇനി തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ മീൻ കറി, മുളകിട്ട മീൻ കറി കൂട്ടി കഴിക്കാനും ഓട്ടട ടേസ്റ്റിയാണ്. നമ്മൾ ഓട്ടടയും തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാവും ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ചോറ്, നല്ല നാടൻ ചോറും പിന്നെ കുമ്പളങ്ങ മോരുകറിയും
പിന്നെ ചിക്കൻ ഫ്രൈയുമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചേമ്പും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് നമ്മൾ റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ നാടൻ സ്റ്റൈലിൽ കുമ്പളങ്ങ മോരുകറിയാണ് കേട്ടോ. ചോറിലേക്ക് നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങയും ചേമ്പും കുക്കറിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളകും കീറി ഇടുകയാണ്. അപ്പോൾ എരിവിനായിട്ട് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കണില്ല, പച്ചമുളക് മാത്രമേ ഉള്ളൂ. പച്ചമുളകിൻ്റെ അളവ് ഇഷ്ടമുള്ളവരൊന്ന് കൂട്ടിയിടുക. അപ്പോൾ നമ്മളിവിടെ ഒരു 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഉപ്പാണെങ്കിലും ഇട്ട് കൊടുക്കാം. വേറെ പൊടികളൊന്നും ഇവിടെ ചേർക്കുന്നില്ല. അത് കാരണം 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. വല്ലാതെ വെള്ളമൊന്നുമില്ല, ഒരു ഗ്ലാസ് വെള്ളം. നമ്മൾ കുക്കറിൽ ഇതൊരു 3 വിസിൽ വരെ വെച്ച് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ തേങ്ങയുടെ മുറി ഒരു പകുതി, അതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു 1/2 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കണം. നല്ലോണം വെള്ളമാവരുത് കേട്ടോ. ഒരു പേസ്റ്റ് രൂപത്തിൽ തരിയൊന്നുമില്ലാതെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോരുകറി ഉണ്ടാക്കാനുള്ള നമ്മളെ കുമ്പളങ്ങയും ചേമ്പും മുളകൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കിയിട്ട് നമ്മളതൊന്ന് ഉടച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നമ്മൾ കുമ്പളങ്ങയും ചേമ്പും ഒന്ന് ഉടച്ചെടുക്കുക. ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ച മോരും തേങ്ങയും ചെറിയ ജീരകവും കൂടിയുള്ളത് മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി വല്ലാണ്ട് തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. നമ്മൾ വറവിട്ടിരുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഉലുവ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഉലുവ എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളിതിലൊരു 1/2 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് പൊട്ടി, കരിയാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ കടുകും വേപ്പില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേപ്പില കൂടി ഇട്ട് കൊടുക്കുക. മോരുകറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു മോരുകറിയാണ്. അതേസമയം നമ്മൾ ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ വറവിട്ട് കൊടുത്തതിന് ശേഷം ഇത് അപ്പം തന്നെ നമ്മൾ ഇളക്കാനായിട്ട് പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ നേരത്തൊന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചോറിലേക്ക് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനാവശ്യമായ മസാല നമുക്കൊന്ന് കൂട്ടിയെടുക്കാം. ആദ്യം ഒരു ബൗൾ വെച്ചിട്ട് ഞാനതിൽ 3 ടീസ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഒന്ന് ക്രിസ്പി ആയിട്ട് വരാനാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ നോർമൽ നമ്മൾ മുളക് പൊടിയും ഒരു 3 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ നമ്മളെ ഇഷ്ടാനുസാരം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് എരിവാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നമ്മളെ ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് എണ്ണയോ ഓയിലോ എന്താ വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞങ്ങളിവിടെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു പേസ്റ്റായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കനിലത് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് മസാല മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് വേപ്പില കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ്റെ പീസസ് അതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ സൈഡും കരിയാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് ശേഷം ഒരു 2-3 പച്ചമുളക് അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിരുന്നു. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളെ ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ നമ്മളിനി മോരുകറി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ചോറിന് സെർവ് ചെയ്യാം. അതുകൊണ്ട് നല്ല കട്ടിയുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മോരുകറി കേട്ടോ. വളരെ സിമ്പിളല്ല ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ചോറിന് മോരുകറിയും ചിക്കൻ ഫ്രൈയും ഒരു അച്ചാറും കൂടിയ അടിപൊളിയായി, നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ചോറിലേക്ക് ഒരു അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള കുമ്പളങ്ങ മോരുകറിയും ചിക്കൻ ഫ്രൈയും, നല്ല നാടൻ സ്റ്റൈൽ ചിക്കൻ പൊരിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് മെനു, ലഞ്ച് മെനു ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.